ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. കുറച്ചായി വീഡിയോസൊക്കെ ചെയ്തിട്ടല്ലേ. അപ്പം ഞങ്ങൾ ഒരു ട്രാവൽ ബ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. സിംഗപ്പൂർ പോയ വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഡേ 1 നമ്മൾ നൈറ്റ് 9 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫ്ലൈറ്റ് 1 മണിക്കായിരുന്നു, വെളുപ്പിനെ 1 പക്ഷേ നമ്മൾ 9 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. എയർപോർട്ടിലെത്തി കഴിഞ്ഞിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ നമുക്ക് നല്ല വെയിറ്റിംഗ് ടൈം ആയിരുന്നു. ഉറങ്ങാനും പറ്റുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് 12:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ പറ്റി. മക്കളുമൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എയ്റോപ്ലെയിൻ കുഞ്ഞ് ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. വെളുപ്പിന് 4:30 സമയത്തുള്ള വ്യൂ ആണ് ഇത്. മക്കളൊക്കെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമുക്ക് ഓരോ സീറ്റിൻ്റെ മുമ്പിൽ ഇതുപോലെ സ്ക്രീനൊക്കെ തന്നിട്ടുണ്ട്. ഹെഡ്സെറ്റും നമുക്ക് ഫ്രീ ആയിട്ട് തരും. ആ ഒരു മോർണിംഗ് ടൈമിൽ സ്കൈ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ക്ലൗഡ്സൊക്കെ പഞ്ഞി പോലെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം. നല്ലൊരു വ്യൂ ആയിരുന്നു. അങ്ങനെ അപ്പോൾ സിംഗപ്പൂർ ലാൻഡ് ആവാറായി. അങ്ങനെ നമ്മൾ സിംഗപ്പൂർ ടൈം 8:30 AM ആയപ്പോഴത്തേക്കും അവിടെ എത്തി. നമുക്ക് ഹോട്ടലിൽ 3 PM ആകുമ്പോഴേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ കുറേ ടൈം ഇങ്ങനെ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കി. നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ. നമ്മൾ എത്ര നടന്നാലും തീരത്തില്ല, അത്രയ്ക്ക് വലിയ എയർപോർട്ടാണ്. ഉള്ളിലൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി നമ്മൾ എമിഗ്രേഷൻ പ്രോസസ്സിലേക്ക് പോവുകയാണ്. പിന്നെ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വേറൊരു ടെർമിനലിലായിരുന്നു. റെയിൻ വോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കേട്ടോ റെയിൻ വോർട്ടെക്സ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ കുഞ്ഞു മെട്രോ പോലെ കാണുന്ന അത് ഒരു ടെർമിനലിൽ നിന്ന് വേറൊരു ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്രാ സൗകര്യമാണ് അത് കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വാട്ടറൊക്കെ നിന്നിട്ട് ഇതുപോലെ ഫോഗ് വരാൻ തുടങ്ങി. അതിനുശേഷം പിന്നെയും വാട്ടർ ഫ്ലോ ആവാൻ തുടങ്ങി. പിന്നെ നമ്മളിവിടെ ഏജൻസി വഴിയല്ല വന്നത്. അപ്പം മെട്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാർഡ് എടുക്കണം. അതിനകത്ത് തന്നെ നമ്മൾ എമൗണ്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എമൗണ്ട് കുറഞ്ഞു പൊക്കോളും. അങ്ങനെ ഞങ്ങൾ കൂടുതലും യാത്ര മെട്രോയും ബസ്സിലൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഹോട്ടൽ റൂമിലേക്ക് എത്തി. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹോട്ടലിലെത്തി. റൂമൊക്കെ അത്രയ്ക്ക് വലിപ്പം എന്നൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ പകലെല്ലാം കറങ്ങാൻ പോകും. നൈറ്റ് വന്ന് റെസ്റ്റ് എടുക്കാൻ മാത്രമാണെങ്കിൽ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പം ഫുൾ AC റൂമാണ്. അപ്പം നമുക്ക് വിൻഡോസൊന്നും തുറന്നിടാനൊന്നും പറ്റുമെന്നില്ല, ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ നിന്നുള്ള താഴേക്കുള്ള വ്യൂ ആണിത്.
കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഇവിടെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ വളരെ സേഫാണ്. ഇപ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിൽ അവിടെ നിന്നിട്ട് ഒരു ബട്ടൺ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സിഗ്നൽ വരും, ഗ്രീൻ സിഗ്നൽ വരുമ്പോഴേക്കും നമുക്ക് സേഫായിട്ട് റോഡ് ക്രോസ് ചെയ്യാം. ഇപ്പം വണ്ടികളൊക്കെ അവിടെ നിർത്തി ഇട്ടിരിക്കും. അപ്പം ഞങ്ങൾ മാപ്പൊക്കെ വെച്ച് വഴി നോക്കിയാണ് പോകുന്നത്. അപ്പം ഒരു മെട്രോ സ്റ്റേഷൻ അന്വേഷിച്ചാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് സിറ്റിയും കാണാനുള്ള ചാൻസ് കിട്ടി. അന്ന് വൈകുന്നേരം ഞങ്ങൾ റിവർ വാലി എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പോയി. അവിടെ ബോട്ടിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് സ്ഥലമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോ ബ്രിഡ്ജിനും ഓരോ പേര് ഉണ്ട്. അപ്പം എനിക്കത് സൂം ചെയ്ത് ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. ഈ ഒരു ബോട്ടിങ്ങിൽ പോകുമ്പോൾ നല്ല സീനറിയാണ് കാണാനായിട്ട്. നല്ല നല്ല ബിൽഡിങ്സും അങ്ങനെ അത്യാവശ്യം നമുക്കെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ മെയിൻ അട്രാക്ഷനായ എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. ആ ബോട്ടിങ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പ്ലേസസും കൂടെ കവർ ചെയ്യാൻ നോക്കി. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെ കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്.
അപ്പോൾ സ്ഥലമൊക്കെ പറയാൻ നല്ല നീറ്റാണ്. ആ റോഡൊക്കെ പോലും നല്ല നീറ്റാണ്. നമുക്കങ്ങനെ ഒന്നും വലിച്ചെറിയാനോ ഒന്നും പറ്റുമൊന്നുമില്ല. ഇവിടെ ചെറിയൊരു പാർക്ക് സെറ്റപ്പാണ്. അവിടെയൊക്കെ നല്ല നീറ്റാണ്. നമുക്ക് ഇങ്ങനെ താഴെയൊക്കെ ഇരിക്കാൻ ഒരു പേടിയും ആവശ്യമില്ല. തിരിച്ച് ഞങ്ങൾ ബസ് കയറാനാണ് പോകുന്നത്. അപ്പം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തു. നമുക്ക് ട്രാവലിങ്ങിന് ഒത്തിരി ടൈം വേസ്റ്റ് ആവില്ല. ഉടനെ തന്നെ നമുക്ക് ബസ്സും കിട്ടും. മെട്രോ ഇച്ചിരി കുറേ നടക്കണമെന്നേ ഉള്ളൂ. ഇപ്പം മെട്രോ ഒക്കെ ആയാലും ഉടനെ തന്നെ നമുക്ക് കിട്ടും. അപ്പം വേറെ വെയിറ്റിംഗ് ടൈം ഒത്തിരി പോവില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തെത്തി. അപ്പോൾ പലതരം ഫുഡ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. ഇതാണ് ഡേ 1 വിശേഷം. ഇനി അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.